അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിൽ നാം മഖ്ബൂൽ അല്ലേ, മുബാലഗത്തിൻ്റെ മഖ്ബൂലുകളെ കുറിച്ചാണ് ചർച്ച. അപ്പം അത് 3 സാധനത്തിലുണ്ട് എന്നും അതിൽ ഒലുവിൽപ്പെട്ട മഖ്ബൂല് ഒരുപാട് ഉണ്ട്. അതിലൊന്ന് അതിൻ്റെ അല്ലേ ആ ലഫ്ള് അല്ലേ, അതായത് സിഹത്തിലേക്ക് അടുപ്പിക്കുന്നതായ ലഫ്ള് വന്ന ഒരു ഇനം നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ തഹീലോടുകൂടെ നല്ലതായിരിക്കുന്നൊരു ഭാവന ചേർന്ന് വന്നതായിരിക്കുന്ന ഒരു ഇനം ഉണ്ട്. അതിൻ്റെ ഉദാഹരണം ചർച്ച ചെയ്യുന്ന ഇടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അവിടെ ഒരു ഐസീർ എന്ന വാക്കിന് അയിന് വായിക്കുക അല്ലെങ്കിൽ ഫത്തഹ് വായിക്കുന്ന ചില സംഗതികൾ പറഞ്ഞപ്പോൾ അതേപോലെയാണ് അതിന് എന്താണ് ഒരു മലക്ക് എന്ന് ലാമിന് കസർ മൊത്തം വായിക്കലെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ നിർത്തിയിട്ടുള്ളത്. നമ്മളെ ഉദാഹരണം ഫുള്ളായിട്ടില്ല കേട്ടോ. ഇനി അവിടെ ഒമിമ്മ യുനാസിബു ഹാദൽ മഖാമ, ഈ പറഞ്ഞ ഒരു സന്ദർഭത്തിനോട് ഏറ്റവും യോജിച്ചതാണ്. അപ്പോൾ നമ്മൾ അയിന് ഇപ്പോൾ കസർ വായിക്കണം മറ്റു വായിക്കേണ്ടത് ചർച്ചയുണ്ടോ. അപ്പോൾ അതേപോലെ ഇവിടെ പറയാൻ പറ്റിയ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്നർത്ഥം. മിമ്മ ഒന്നിൽപ്പെട്ടതാണ് യുനാസിബ്, അത് ഏറ്റവും യോജിക്കും ഫി ഹാദൽ മഖാം, ഈ സന്ദർഭത്തിൽ ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഏറ്റവും യോജിച്ചതിൽപ്പെട്ടതാണ്. അന്ന ബഅദ അസ്ഹാബി മിമ്മൻ എന്നെ ബഅദ അസ്ഹാബി, എൻ്റെ ചില അസ്ഹാബിങ്ങളിൽപ്പെട്ട ആളുകൾ മിനൽ ഗാലിബി അല ലഹ്ജത്തിഹിം, അധികവും മിനൽ ഗാലിബി ഗാലിബിൽപ്പെട്ടതാണ് അല ലഹ്ജത്തിഹിം, അവരുടെ ഭാഷ പ്രകാരം ഇമാലത്തുൽ ഹറക്കാത്തി, ഹർക്കത്തുകൾ അവർ ഇമാലത്തോടുകൂടി വായിക്കും. അപ്പം നേരെ ആ ഹർക്കത്തായി നമുക്ക് തോന്നൂലല്ലേ. നെഹ്വുൽ ഫതഹത്തി, അതുപോലെ ഫതഹത്ത് പോലെ ഹർക്കത്തുകൾ അവർ ചിലപ്പോൾ ഇമാലത്തോടുകൂടി വായിക്കും. അച്ചാനി ബി കിച്ചാബിൻ, അപ്പം അങ്ങനത്തെ ചില ആളുകൾ എൻ്റെ അടുക്കൽ വന്നു. ബി കിച്ചാബിൻ, ഒരു എഴുത്തുമായിട്ട് വന്നു. ഫഖുൽത്തു, അപ്പം ഞാൻ ചോദിച്ചു, ലിമൻ ഹുവ, ഇതാരെ കത്ത, ഇതാരെ എഴുത്താണ്. ഫഖാല, അപ്പോൾ ആ ബാദ സാബ് പറഞ്ഞു, ലി മൗലാന അമർ എന്ന് പറഞ്ഞു. ലി മൗലാന അമർ ബി ഫതഹിൽ അയിന് ഫത്ത് വായിച്ചിട്ട് ഞങ്ങളുടെ മൗലയായ അമറിൻ്റെ എന്ന് പറഞ്ഞു. ഫളഹിക്കൽ ഹാദിറൂന, അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, ചിരിച്ചു. ഫനളറ ഇലയ്യ, അപ്പോൾ അദ്ദേഹം എന്നിലേക്ക് നോക്കി. കൽ മുതഅരിഫി അൻ സബബി ലഹ്കിഹിം, അവരുടെ ചിരിയുടെ കാരണം മനസ്സിലായ ഒരാളെപ്പോലെ. അൽ മുസ്തർഷിദി, സൂചിപ്പിക്കുന്ന നിർദ്ദേശം നൽകുന്ന ഒരാളെ നോട്ടവും. ലി ത്വരീഖി സവാബി, ശരിയിലേക്ക്. ഫറമസത്ത് ഇലൈഹി ബി ഗദ്ദിൽ ജഫ്നി, അപ്പോൾ അദ്ദേഹം കൺപോള പൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ചില സൂചന നൽകി. ലമ്മിൽ ഐനി, കണ്ണ് അടച്ചെന്ന് പറഞ്ഞാൽ അയിന് ലമ്മ് ചെയ്തുകൊണ്ട്. അപ്പോൾ കൺപോള പൂട്ടിയിട്ട് അയിന് ലമ്മാണ് ചെയ്യേണ്ടി എന്ന രീതിയിൽ എന്ത് ചെയ്തു, ഒരു സൂചന നൽകി. ഫതഫ്തന, അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. മഖ്സൂദ്, ഉദ്ദേശം മനസ്സിലായി. അപ്പോൾ അതിൽ ഉമർ എന്ന് വായിക്കുന്നത് അമർ എന്ന് വായിച്ചു. ജനങ്ങൾ ചിരിച്ചു, പോലെ ഇമാരത്തോണ്ട് അങ്ങനെ വായിച്ചത്. അപ്പം എന്ത് ചെയ്തു, അപ്പോൾ അദ്ദേഹം അത് സൂചിപ്പിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്നർത്ഥം. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലായത്. വസ്തുറഫ ദാലിക അൽ ഹാദിറൂൻ, അപ്പോൾ അവിടെ ഹാദിരിങ്ങളായ ആളുകൾക്ക് ഈ നിർദ്ദേശം നൽകിയ ആൾ ഇത് ഭയങ്കര ഉഷാറാണ്, അയാൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ നിപുണനാണ് എന്ന് അവർക്ക് വെളിവായി. വസ്തുറഫ, അദ്ദേഹം വലിയൊരു ഉഷാറാണ് എന്ന് മനസ്സിലായി നടത്തും. ദാലിക അൽ ഹാദിറൂൻ, ഈ കൂടിയിരുന്ന ആളുകൾക്ക്. അപ്പോൾ ആ വിഷയം തീർന്നുണ്ടോ. ഇനി നമ്മളെ കവിതൻ്റെ ബാക്കി. എന്താ നമ്മളെ കവിത തുടങ്ങിയത്, ഈ കുതിര അല്ലേ, അത് അതിൻ്റെ പൊടികളുടെ മേലിങ്ങനെ അതിൻ്റെ കുളമ്പുകളെ ചവിട്ടുന്നു എന്നാണ് പറഞ്ഞതില്ലേ. ലതബഗി, ഇതിൻ്റെ ബാക്കി ലൗ തബ്തഗി അനകൻ അലൈഹി ലഅംകന, ലൗ തബ്തഗി, അത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തിൽക്കൽ ജിയാദു, ആ കുതിരകൾ, അനക്കൻ, അതൊരു ഒരിനം നടത്തത്തിന്, കുതിരത്തിന് നടത്തത്തിനാണ്. യാനാഖുസീരി അനക്കം ഫസിഹ, മുമ്പ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫസിഹായിട്ടും അനക്കായിട്ടും നീ നടന്നോ ഒട്ടകമേ പറഞ്ഞില്ലേ, അതൊരു നടത്താണ്. വഹിയനോമിനസയർ, യാത്രയിൽ നിന്നുള്ള ഒരു നടത്തത്തിനാണ്, കുതിരയുടെ നടത്തത്തിനോ ഓട്ടത്തിനാണ് അനക്കെന്ന് പറയാം. അപ്പോൾ ആ അനക്ക് നടത്തം ആ കുതിര ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അലൈഹി, ആ പൊടിയുടെ മേൽ, ഏതായിരിക്കൽ ഐസിയർ, ആ പൊടിയുടെ മേൽ അത് നടക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ലംകന, അതിനത് സാധിക്കുമായിരുന്നു. ഇവിടെ നോക്കിയാൽ അനക്ക് ഇദ്ദഅ തറാക്കുമുൽ ഉബാരി, അപ്പോൾ ഇവിടെ എന്ത് വാദിക്കുകയാണ്, പൊടികളിങ്ങനെ കൂമ്പാരമായി കിടക്കുക. മിനൽ മുർത്തഫി, ഉയർന്നതായ. മിൻ സനാബിക്കിൽ ഹൈലി, കുതിരയുടെ കുളമ്പിൻ്റെ അടുക്കൽ. ഫൗഖ റൂസിഹ, അതിൻ്റെ തലൻ്റെ മുകളിലായിട്ട്. ബി ഐസ്, ഒരു നിലയ്ക്ക്. സ്വാറ അർലൻ, അതൊരു ഭൂമി പോലെയായി മാറി. യുംകിനു സൈറു അലൈഹി, അതിൻ്റെ മേൽ കുതിരക്ക് നടന്നു പോകാൻ കഴിയും. അങ്ങനത്തെ ഒരു ഭൂമി പോലെയായി നാം.
അപ്പോൾ ഇപ്പം ഈ സംഗതി വാദായി പറഞ്ഞത് മുംതനിയോൻ അക്കിലൻ വാദത്തൻ ഒലുവാണല്ലോ. ഒലുവാകുമ്പോൾ രണ്ടിലും മുംതനിയല്ലേ വരിക. ഇപ്പം ഇങ്ങനെ ഒരു മണൽ കുമ്പാരായിട്ട് അതിന് കുതിര നടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് ആദത്തിലും നടക്കൂല, ബുദ്ധിയിലും നടക്കൂലല്ലോ. ലാക്കിന്നോ പക്ഷെ അവിടെ എന്തുണ്ട്, തഹീലുൻ ഹസൻ, നല്ലൊരു ചിന്ത, നല്ലൊരു ഭാവന അവിടെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതും മക്ബൂലാണ് അർത്ഥം. വക്കത് ജിത്തമാ ചിലപ്പോൾ അത് രണ്ടും പാടെ ഒരുമിച്ച് കൂടും. അതായത് ഇദ്ഖാലുമായ യഖ്റുബു ബിഹിലെ സിഹത്തിലേക്ക് അതിനടുപ്പിക്കുന്ന ചില വാക്കുകൾ ചിലപ്പോൾ അതിലുണ്ടാവും. അതോടുപോലെ തളമ്മുൽ തഹീലിൽ ഹസനി, നല്ലതായിരിക്കുന്ന നല്ലൊരു ഭാവന ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. രണ്ടുണ്ടാവും. ഫി ഖൗലിഹി, ഒരു കവിപാടി, യുഖയ്യിലു ലി അന്ന സംറ ശുഹബി ഫിദ്ദുജാ വശഹിദത് ബിഅഹ്ദാബി ഇലൈഹിന്ന അജ്ഫാനി. യുഖയ്യിലു ലി, എനിക്ക് തോന്നിപ്പിച്ചു, അന്ന സംറ ശുഹബി ഫിദ്ദുജ, ഈ തീനാളങ്ങൾ അത് ഇരുട്ടിലിങ്ങനെ ആണിയടിക്ക വെച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. വശദ്ദത്ത് ബി അഹ്ദാബി ഇലൈഹിന്ന, വശദ്ദത്ത് എന്നിട്ട് അത് കെട്ടി, ബി അഹ്ദാബി എൻ്റെ എന്താണ് കൺപോളകൾ അല്ലെങ്കിൽ പിരികങ്ങളെ, ഇലൈഹിന്ന അതിലേക്ക്, അജ്ഫാനി എൻ്റെ കൺപോളകളെ കൊണ്ട് കെട്ടി നിർത്തും. എന്തായി, അതായത് യോഗ്യ ഫി ഖയാലി, എൻ്റെ ഭാവനയിൽ തോന്നി, അന്നഷുഹുബ, ആ തീനാളങ്ങൾ, മുഹ്കമത്തിന്, അത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബി മസാമീരി, എന്തുകൊണ്ട്, ആണികളടിച്ചുകൊണ്ട്, ലാ തസൂലു, അത് നീങ്ങിപ്പോവുകയില്ല, മക്കാനി, അതിൻ്റെ സ്ഥാനങ്ങളെ തൊട്ട്. അന്ന അജ്ഫാനെ ഐനി, എൻ്റെ കണ്ണിൻ്റെ പോളകൾ, കത് ശദ്ദത്ത് ബി അഹ്ദാബി, അതെൻ്റെ പിരികത്തോട് കെട്ടിവെച്ചിട്ടുണ്ട്, ഇലഷുഹബി, ആ നാളങ്ങളിലേക്ക്, തൂലിതാലിക്കല്ലയിലി, ആ രാത്രി അത്രമാത്രം ദീർഘിച്ചു പോയതിനു വേണ്ടി നിർത്തം. വഹായത്ത് സഹരി, എൻ്റെ ഉറക്കമൊഴിക്കൽ അങ്ങേയറ്റമായതിനു വേണ്ടി, ഫി, ആ രാത്രിയിൽ. വഹാദ, ഇതിപ്പോൾ തഹയ്യിലുൻ ഹസനു, നല്ലൊരു ചിന്തയുമാണ്. അതുപോലെ ലഫ്ള് യുഹയ്യിലു എന്ന ലഫ്ള് യുസീദുഹോ ഹസന, അതിനെ ഭംഗി അധികരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യുസീദു എന്ന് അതിലേക്ക് അടുപ്പിക്കുന്ന ഒരു വാക്കും വന്നു, നല്ലൊരു ചിന്തയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും മഖ്ബൂൽ ഒലുവിലുണ്ടാവാം എന്നർത്ഥം. 3 രീതിയിലുണ്ടാവാം. 3 പറഞ്ഞത്. ഒന്ന് അതിൻ്റെ സിഹത്തിലേക്ക് അറിയിക്കുന്ന ലഫ്ള് ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ലതായ ഭാവന വെച്ചുകൊണ്ടാവാം. ഇനി അത് രണ്ടും കൂടിയിട്ടാവാം എന്നർത്ഥം. ഇതാണ് ആ മുബാലഗത്തിൽ മഖ്ബൂലിനെ കുറിച്ച് പറയാനുള്ളത്. 3 ഇനത്തിലാണ് വരിക, ഇഖ്റാക്കിലും ഒലുവിലും, പിന്നെ അങ്ങനത്തെ 3 സാധനങ്ങൾ പറഞ്ഞല്ലോ അതിൽ. ഇനി അടുത്ത വമിൻഹ, അതിൽപ്പെട്ടതാണ് മാ അഖ്റജ മഖ്റജൽ ഹസ്ലി വൽ ഖുലാ. മാ 1 അഖ്റജ മിനാനലി ഒലുവിൽ, മഖ്ബൂലായ ഒലുവിലോ അതിൽ പെട്ടതാണെന്നർത്ഥം. മാ അഖ്റജ മഖ്റജൽ ഹസ്ലി വൽ ഖുലാഅത്തി, ഹസ്ലി എന്ന് പറഞ്ഞാൽ തമാശക്ക് ഒരാളെ ചിരിപ്പിക്കുക, ആ ഒരു രീതിയിലൂടെ പുറത്തു വന്നത്. ഖുലാഅത്ത് പറഞ്ഞാൽ പറയുന്ന കാര്യത്തിൽ ഇവനക്ക് എന്തെങ്കിലും ഒരു വിഷയമൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് ഖുലാഅത്ത് എന്ന് പറയുന്നത്. മദ്ബിൻ മുബാലാത്തി ബി കബീഹി യുൻഹാനൂന്ന, വിരോധിക്കപ്പെടുന്ന കബീഹ് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത വാക്ക്, അങ്ങനത്തെ ഒരു സ്ഥലത്തിന് ഖുലാഅത്ത് എന്ന് പറയാം. മറ്റേ കളിതമാശ അല്ലേ. ഇപ്പോൾ കളിതമാശക്ക് ഒരാളും പ്രശ്നമാക്കാത്ത ഒരു സംഗതി അതിനു വേണ്ടി പറയുക, അങ്ങനെ ആ രീതിയിൽ പറയണേ വരും. കൗലിഹി, ഒരു കവി പാടിയതുപോലെ, അസ്കറ ബിൽ അംസി നസംത അല ശുർബിൽ ഗദൻ ഇൻദാ മിൻ അജബിൻ. അസ്കറ ബിൽ അംസി, നിങ്ങളെന്തായി ഇസ്കാറുള്ള ആളായി, ബിൽ അംസി ഇന്നലെ, ഇൻ അസംത നിങ്ങൾ അസ്മ ചെയ്യുകയാണെങ്കിൽ, അല ഷുർബി കുടിക്കുമെന്ന്, അതൻ നാളെ, അപ്പോൾ നാളെ കുടിക്കുമെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യണം. അപ്പോൾ ഇന്നലെ അതിന് വേണ്ടി നിങ്ങൾ ഇസ്കാർ ഉണ്ടാക്കുക. ഇന്നതാ മിന്നാജിബിൻ, അതും വല്ലാത്ത അത്ഭുതം തന്നെയാണ് കേട്ടോ. നാളെ നിങ്ങൾ ഭയങ്കരം വെള്ളം കുടിക്കും എന്ന്, അതായത് കള്ള് കുടിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇന്നലെ ഫുള്ള് മസ്തിലായിപ്പോയി. രണ്ടും ആദത്തിലും ഇതിലും എന്താണ് അസംഭവ്യമായ സംഗതിയാണ്. അപ്പോൾ മഖ്ബൂല ഒലുവായി, അപ്പോൾ അതിൽ മഖ്ബൂല, അപ്പോൾ ഇത് തമാശ, അടുത്തുള്ള ആളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ രീതിയിൽ പറയുന്നതിന് അർത്ഥം. ഇനി ഒമിനൽ മാനവി, അപ്പോൾ നേരത്തെ മാനവീൻ്റെ മുബാലഗത്തുൽ മഖ്ബൂലിനെ കുറിച്ചാണ് നേരത്തെ ചർച്ച ചെയ്തത് അല്ലേ. ഇനി അതേപോലെ നമ്മളുടെ എന്താണ് മാനവിയായ ആ വുജൂഹിൽപ്പെട്ടതാണ് മദ്ഹബുൽ കലാമിയായ മദ്ഹബ്. വഹുവ, എന്താ ഈ മദ്ഹബുൽ കലാമി എന്ന് പറഞ്ഞാൽ, വഹുവ അത് ഈറാദു ഹുജ്ജത്തിൻ, ഒരു ഹുജ്ജത്തിനെ കൊണ്ടുവരിക, ഒരു തെളിവ് കൊണ്ടുവരിക, ലിൽ മത്ലൂബി, തേടപ്പെട്ട ഒന്നിന് വേണ്ടി, ഒന്നിൻ്റെ മേൽ, അൽ മത്ലൂബി എന്നർത്ഥാണ് ലിൽ മത്ലൂബിക്ക്. അപ്പോൾ തേടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ മേൽ തെളിവ് കൊണ്ടുവരിക. എങ്ങനെ, അലാ ത്വരീഖ് അഹ്ലിൽ കലാമി,
മന്തഖീങ്ങൾ അല്ലേ, അഹ്ലുൽ കലാം തർക്കത്തിൻ്റെ ആളുകൾ അവരുടെ രീതിയിലൂടെ അവരുടെ ആ ഒരു വഴിയിലൂടെ ഒരു കാര്യത്തിൻ്റെ മേലുള്ള തെളിവിനെ കൊണ്ടുവരിക, അതിനാണ് മദ്ഹബുൽ കലാമി എന്ന് പറയുക. വഹുവ അത് അൻചക്കൂന തസ്ലീമുൽ മുഖദ്ദിമാത്തി, അതെങ്ങനെ ഉണ്ടാകുക, അത് ആദ്യം അതിൻ്റെ മുഖദ്ദിമുകളൊക്കെ ശരിയാക്കിയതിന് ശേഷം മുസ്തൽസിമത്തൻ ലിൽ മത്ലൂബി, അങ്ങനത്തെ മുഖദ്ദിമാത്തുകളാണ് മുസ്തൽസിമത്തൻ ലാസിമാക്കുന്നതായ മത്ലൂബി, ഈ തേടപ്പെടുന്ന കാര്യത്തിന് ലാസിമാക്കുന്ന ഒന്നിന് അക്കലിയിലോ അല്ലെങ്കിൽ ആദിയോ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള നിർബന്ധമാക്കൽ, അങ്ങനത്തെ മുഖദ്ദിമകൾക്ക് ശരിയായതിന് ശേഷം. അതിനുദാഹരണഹു ലൗകാന ഫീഹിമ ആലിഹത്തൻ ഇല്ലല്ലാഹ് ലഫസദത, അതായത് ബുദ്ധിപരമായ എന്ത് കൊണ്ടുവരിക, ചില തെളിവുകൾ കൊണ്ടുവരിക എന്ന്. ഇപ്പോൾ ഇതുപോലെ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഈ ഭൂമിയിൽ അള്ളാഹ് ഏകനാണ് എന്നത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമാനമായി ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു അള്ളാഹു, ലൗകാന ഫീഹിമ, ഈ ആകാശഭൂമികളിൽ, ഫീഹിമ അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും, ഈ ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ആലിഹത്തുൻ എന്തുണ്ടായിരുന്നുവെങ്കിൽ, ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇല്ലല്ലാ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാന, ഈ ആകാശവും ഭൂമിയും ആകെ ഫസാദാവും. ഫസാദ് പറഞ്ഞാൽ അത് അതിൻ്റെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിലാമിനെ തൊട്ടത് പുറത്തു പോകും. അപ്പം അങ്ങനെ ചിന്തിക്കൂ, അപ്പോൾ ഈ ഭൂമിയും ഈ ആകാശവും അത് അതിൻ്റെ ആ നിലാമിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഇപ്പോഴും. അപ്പം മനസ്സിലാകുന്നുണ്ട് അവിടെ വേറൊരു ദൈവമില്ലാത്തതുകൊണ്ടാണ്. കാരണം അത് ഫസാദിന് പുറത്തു പോകുന്നില്ലല്ലോ, അതുണ്ടായിരുന്നെങ്കിൽ പുറത്തു പോകും. കാരണം സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് 2 രാജാക്കന്മാരാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കഥ പറയണ്ട, അതാകെ എന്താവും, കുട്ടിച്ചോറാവും. ഉറപ്പല്ലേ, രണ്ടാളും പരസ്പരം ഇപ്പം എടുക്കുന്ന തീരുമാനം അയാൾക്ക് പറ്റൂല, അയാളെടുക്കണമെന്ന് ഇയാൾക്ക് പറ്റൂല. അല്ലേ, നമ്മളുടെ നാട്ടിൽ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി അല്ലേ. ഒരു പ്രാവശ്യം വരെ സ്കൂളിൽ നിന്ന് തുറക്കുന്നു, അപ്പം മന്ത്രി വരെ ഞാൻ അറിഞ്ഞിട്ടില്ല തുറക്കാൻ പറ്റൂല എന്നറിയും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും, ചിന്തിച്ചാൽ മനസ്സിലാകാൻ സംഗതിയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ തകിടം മറിഞ്ഞു പോകും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല നിലാമിലാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഫസാദാകുന്നില്ല. അപ്പം അതുകൊണ്ട് ലോകത്ത് 2 ഇലാഹില്ല, ഏക ഒരാളേ ഉള്ളൂ എന്ന് ഉണ്ടോ. അപ്പോൾ ത്വരീഖത്തുൽ അഹ്ലുൽ കലാമിൻ്റെ രീതിയിലൂടെ സ്ഥിരപ്പെടുത്തുകയാണ്. ഫലാസിം, അപ്പോൾ ലാസിം ഏതാ, ഫസാദു സമാവാത്തി വൽ അർളാണ്, ആകാശഭൂമി ഫസാദാക്കുക എന്നുള്ളതാണ് ലാസിം. അത് ബാത്തിലുൻ, അതിപ്പോൾ ബാത്തിൽ, ആകാശഭൂമി ഇപ്പോൾ എന്തായിട്ടില്ല, അതിൻ്റെ ആ നിലാമിനെ തൊട്ട് പുറത്ത് പോയിട്ടില്ല, അതാണ് ഫാസിദാകുക എന്ന് പറഞ്ഞത്. ലിയന്നൽ മുറാദ ബിഹി, കാരണം ഈ ഫാസിദാകുക എന്നുള്ള ഉദ്ദേശം ഖുറൂജുഹുമായി ആകാശഭൂമി പുറത്തു പോകലാണ്. അനി നിലാമില്ലദീ ഹുമ അലൈഹി, ഇപ്പോൾ അത് രണ്ടും ഏതൊരു വ്യവസ്ഥയിലാണോ ഉള്ളത് ആ വ്യവസ്ഥയെ തൊട്ട് പുറത്തു പോകുക എന്നല്ല, അത് ബാത്തിലല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഫക്കതൽ മൽസൂമു, അപ്പം അതേ പോകുന്നതിനാണ്. ഇപ്പം ലാസിം ഇല്ലാത്തതുകൊണ്ട് മൽസൂമും ഇല്ല. വക്കതൽ മൽസൂമു മൽസൂമുല്ല. വഹുദുൽ ഇലാഹി ആലിഹത്ത്, അതേതാണ് ആലിഹത്ത് എന്താകലാണ്, താദുദാകലാണ്. ഫസാദാകാണെങ്കിൽ മനസ്സിലാക്കുക വേറെ ഇലാഹുണ്ടെന്ന്. അപ്പോൾ ഫസാദാകുന്നില്ല, അപ്പം അതുകൊണ്ട് എന്തില്ല, വേറെ ഇലാഹുമില്ല, താദുദുൽ ഇലാഹുമില്ല. വഹാദിഹിൽ ലാസിം മുലാസിമത്തു, അപ്പോൾ ഈ മുലാസിമത്ത് ഇവിടെ ശരിക്കും മിനൽ മഷ്ഹൂറാത്തി സ്വാദിഖത്തി, അത് സ്വാദിഖായ മഷ്ഹൂറായിട്ട് അറിയപ്പെട്ടതാണ്. അതായത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാമെന്നർത്ഥം. കാരണം ഇവിടെ 2 രാജാക്കന്മാരുണ്ടെങ്കിൽ, 2 ഭരണാധികാരി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പറഞ്ഞത് ഈ മുലാസിമത്ത്, ഇതിനിടയിലുള്ള ഈ രണ്ടിനും, ഈ ലാസിം മൽസൂമിനും ഇടയിലുള്ള ഈ മുലാസിമത്ത് വരുന്നത് എങ്ങനെയാണ്, അത് മഷ്ഹൂറായ സ്വാദിഖത്താണ്. അല്ലത്തി യക്തഫി ബിഹാഫിൽ ഖിതാബിയാത്തി, അത് ഖിതാബിയായ കാര്യങ്ങളിൽ നമുക്കത് മനസ്സിലാകും. സംസാരപരമായ കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ തന്നിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എന്നർത്ഥം. അല്ലാതെ എന്തല്ല ദൂനൽ ഖത്ഈയാത്തിൽ മുഅ്തബറത്തിൽ ബുർഹാനിയാത്തി, ദൂനൽ ഖത്ഈയാത്തി ഉറപ്പാക്കപ്പെട്ട സംഗതികളിൽ പെട്ടതല്ല. എങ്ങനത്തെ ഉറപ്പാക്കപ്പെട്ടത്, അൽ മുഅ്തബറത്തി പരിഗണിക്കപ്പെടുന്നതായ ഫിൽ ബുർഹാനിയാത്തി, ഈ തെളിവുകളിലൊക്കെ പരിഗണിക്കപ്പെട്ട ഖത്ഈയായ സാധനമല്ല എന്നർത്ഥം. ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാകാൻ പറ്റുന്ന സ്വാദിഖായ മഷ്ഹൂറായതിൽ പെട്ടതാണ് എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ അവിടെ നിർത്തുകയാണ്. ഈ തീർന്നിട്ടില്ല, ഇതിൽ തന്നെ കുറച്ചുകൂടി എടുക്കാണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ എടുത്ത ഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. പാടൊക്കെ എഴുതി വെക്കുക, എഴുതി വെച്ചത് കാണിച്ചു തരിക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.